Hello everyone, welcome to a new session. Fingerprint searcher എന്ന് പറയുന്ന പരീക്ഷയിലെ ക്വസ്റ്റ്യൻസ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫിസിക്സിനും കെമിസ്ട്രിക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നടത്തുന്ന ഒരു പരീക്ഷയാണ് ഫിംഗർപ്രിന്റ് സെർച്ചർ എന്ന് പറയുന്നത്. ഫിസിക്സിന് 40 മാർക്ക്, അതുപോലെ തന്നെ കെമിസ്ട്രിക്ക് 40 മാർക്കുള്ള ഒരു പരീക്ഷയാണ് ഫിംഗർപ്രിന്റ് സെർച്ചർ പരീക്ഷ. പോലീസ് ഡിപ്പാർട്ട്മെന്റിലോട്ടുള്ള ഫിംഗർപ്രിന്റ് സെർച്ചർ എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കെമിസ്ട്രി സെക്ഷനിൽ വന്ന 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. നോക്കൂ, പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയണ പ്ലാസ്റ്റർ ഓഫ് പാരീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് അല്ലേ, നമ്മൾ ചെറിയ ക്ലാസ്സിൽ എക്സിബിഷനുകളിലൊക്കെ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റർ ഓഫ് പാരീസ്. എക്സിബിഷൻ നമ്മൾ യൂസ് ചെയ്ത് കുറെ സാധനങ്ങൾ ഉണ്ടാക്കും. അതല്ലാണ്ട് നമ്മുടെ കയ്യ്, കാല് മുതലായവ ഒടിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് യൂസ് ചെയ്ത് കെട്ടും അല്ലേ. അപ്പൊ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ആ സംഭവം എന്താണ് എന്നാണ് ചോദ്യം. അതിന്റെ കെമിക്കൽ ഫോർമുല എന്താണ്? അത് CaSO4H2 ആണോ, CaSO4 2H2 ആണോ, CaSO4 half H2 ആണോ, CaSO4 1/2 H2 ആണോ? ഇതിൽ ഏതാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് നോക്കാം പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്താണെന്നുള്ളത്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഈസ് എ പോപ്പുലർ കെമിക്കൽ സബ്സ്റ്റൻസ് that is used most commonly for sculpting materials and in gauge bandages. So sculpting materials and in gauge bandages, ബാൻഡേജുകളിലും അതുപോലെ മെറ്റീരിയൽസ് ഉണ്ടാക്കാനും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് എന്ത്, ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ റെഫേർഡ് ടു ആസ് ജിപ്സം പ്ലാസ്റ്റർ. പ്ലാസ്റ്റർ ഓഫ് പാരീസിനെ വിളിക്കുന്ന വേറൊരു പേര് എന്താണ്? ജിപ്സം പ്ലാസ്റ്റർ എന്നും പ്ലാസ്റ്റർ ഓഫ് പാരീസിനെ വിളിക്കും. ഓക്കെ, പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ കെമിക്കൽ ഫോർമുല, the chemical formula of plaster of Paris is CaSO4 half H2O. നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ ഇതാ കിട്ടിക്കഴിഞ്ഞു. CaSO4 half H2O ആണ് കെമിക്കൽ ഫോർമുല ഓഫ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് ഒന്നും കൂടി പോവാം. ദ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഈസ് 4 ഓപ്ഷൻ തന്നിരുന്നു. ഇതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയ ആൻസർ. ഇറ്റ് ഈസ് CaSO4 half H2O. പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുന്നത് CaSO4 half H2O ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയ ആൻസർ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ആസിഡ് യൂസ്ഡ് ഇൻ ദ സിന്തസിസ് ഓഫ് നൈലോൺ 66 ഈസ്. നൈലോൺ 66ന്റെ സിന്തസിസിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാ എന്ന ക്വസ്റ്റ്യൻ. ഫോർമിക് ആസിഡ് ആണോ, സ്റ്റിയറിക് ആസിഡ് ആണോ, പാൽമെറ്റിക് ആസിഡ് ആണോ, അഡിപ്പിക് ആസിഡ് ആണോ? ഇതിൽ ഏത് ആസിഡ് ആണ് നൈലോൺ 66ന്റെ സിന്തസിസിൽ ഉപയോഗിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് നൈലോൺ 66ന്റെ 1-2 കാര്യങ്ങൾ നോക്കാം. നൈലോൺ 66 ഈസ് എ ടൈപ്പ് ഓഫ് പോളി എമൈഡ് ഓർ നൈലോൺ. പോളി എമൈഡ് ആണ് എന്ത്, നൈലോൺ 66 എന്ന് പറയുന്നത്. നൈലോൺ 66 ആൻഡ് നൈലോൺ 6 ആർ the two most common for textiles and plastic industries. ടെക്സ്റ്റൈൽസിലും പ്ലാസ്റ്റിക് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട 2 ആൾക്കാരാണ് ആര്? നൈലോൺ 66ഉം നൈലോൺ 6ഉം. നൈലോൺ 66 ഈസ് മെയ്ഡ് ഓഫ് 2 മോണോമേഴ്സ്. 2 മോണോമേഴ്സ് ഉണ്ട്. ഈച്ച് കണ്ടെയ്നിങ് 6 കാർബൺ ആറ്റംസ്. ഓരോന്നിലും 6 കാർബൺ ആറ്റം ഉണ്ട്. ഹെക്സാമിഥിലീൻ ഡയമീൻ ഉണ്ട് ആൻഡ് എഡിപ്പിക് ആസിഡ്. സോ നൈലോൺ 66ന്റെ സിന്തസിസിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? അഡിപ്പിക് ആസിഡ് ആണ്. ഓക്കെ, ദേ ആർ മെയ്ഡ് ഓഫ് 2 മോണോമേഴ്സ്. 2 മോണോമേഴ്സ് ഉണ്ട്. ഈച്ച് കണ്ടെയ്നിങ് 6 കാർബൺ ആറ്റം. ഓരോ മോണോമറിലും 6 കാർബൺ ആറ്റം ഉണ്ട്. ഹെക്സാമിഥിലീൻ ഡയമീൻ ഉണ്ട് ആൻഡ് അഡിപ്പിക് ആസിഡ് ഉണ്ട്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. നൈലോൺ 66ന്റെ സിന്തസിസിൽ ഉപയോഗിക്കുന്ന ആസിഡ് ആണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയ ആൻസർ, അഡിപ്പിക് ആസിഡ്. ഓപ്ഷൻ ഡി അഡിപ്പിക് ആസിഡ് ആണ് നൈലോൺ 66ന്റെ സിന്തസിസിൽ ഉപയോഗിക്കുന്ന ആസിഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഗ്യാസ് യൂസ്ഡ് ഫോർ ഇൻഫ്ലേറ്റിംഗ് ദ ടയേഴ്സ് ഓഫ് എയ്റോപ്ലെയിൻസ് ഈസ്. എയ്റോപ്ലെയിന്റെ ടയറിൽ നിറയ്ക്കുന്ന ആസിഡ് ഗ്യാസ് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ദ ഗ്യാസ് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇൻഫ്ലേറ്റിംഗ് ദ ടയേഴ്സ് ഓഫ് എയ്റോപ്ലെയിൻ. ഓപ്ഷൻ 1 നൈട്രജൻ. എ നൈട്രജൻ ആൻഡ് ഹീലിയം, ബി ഹൈഡ്രജൻ ആൻഡ് ഹീലിയം, സി നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ, ഡി ആർഗൺ ആൻഡ് ഹീലിയം. എയ്റോപ്ലെയിന്റെ ടയറിൽ നിറയ്ക്കുന്ന ഗ്യാസ് ഏതാണ്? നൈട്രജൻ ആൻഡ് ഹീലിയം ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയ ആൻസർ. നൈട്രജൻ ആൻഡ് ഹീലിയം ആണ്. ഈ നൈട്രജൻ ആൻഡ് ഹീലിയം
ത്തിന്റെ ഒന്ന് രണ്ട് പ്രോപ്പർട്ടീസ്, ഇമ്പോർട്ടന്റ് ആയ പ്രോപ്പർട്ടീസ് കാരണമാണ് അവരെ നമ്മുടെ എയ്റോപ്ലെയിന്റെ ടയറിൽ നിറയ്ക്കുന്നത്. എന്തുകൊണ്ട്? ഏതൊക്കെയാണ് നോക്കാം. നൈട്രജൻ. Nitrogen is used for inflating the tires of aeroplanes. It is incombustible gas, so it does not flame to the fuel. So, അതൊരു incombustible gas ആയതുകൊണ്ട് it does not flame to fuel. Also, it is incombustible and helps in preventing a wheel fire. So, അയാള് നൈട്രജൻ ഗ്യാസ് ഇൻകംബസ്റ്റബിൾ ആയതുകൊണ്ട് ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രിവെന്റിങ് ദ വീൽ ഫയർ. വീൽ ഫയർ ഉണ്ടാവാതിരിക്കാൻ സഹായിക്കുന്നു. നൈട്രജൻ ഡസ് നോട്ട് വിയർ ദ ടയർ ലൈക്ക് എയർ. എയറിനെ പോലെ ടയർ വിയർ ചെയ്യില്ല ആര്? നമ്മുടെ നൈട്രജൻ. ഓൾസോ ഇറ്റ് റെഡ്യൂസസ് ദ പ്രഷർ ലോസ് ഇൻ ടയർ. ടയറിൽ ഉണ്ടാകുന്ന പ്രഷർ ലോസും ആര് കുറയ്ക്കും? നൈട്രജൻ ആണ് നമ്മുടെ എയ്റോപ്ലെയിന്റെ ടയറിൽ നിറച്ചിരിക്കുന്നത് എങ്കിൽ കുറയ്ക്കും. അടുത്തത് നമുക്ക് വേറൊരാളുടെ പ്രോപ്പർട്ടിയും കൂടി നോക്കണം. ഹീലിയം. Helium is also used for inflating the tires of aeroplane because it is the lightest and non-inflammable gas. lightest ആണ്, non-inflammable gas ആയതുകൊണ്ട് ഹീലിയത്തിനെയും നമ്മുടെ എയ്റോപ്ലെയിന്റെ ടയറിൽ നിറയ്ക്കുന്നു. So the gas used for inflating the tires of aeroplanes is nitrogen and helium. നൈട്രജനും ഹീലിയവുമാണ് നമ്മുടെ എയ്റോപ്ലെയിന്റെ ടയറിൽ ഫില്ല് ചെയ്യുന്ന ഗ്യാസുകൾ. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയ ആൻസർ, നൈട്രജൻ ആൻഡ് ഹീലിയം. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ കൂടുതൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.